It's me Devika. It's me Bhadra and you guys are watching us on Our YouTube channel Devika Bhadra Vlogs. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. കുറച്ചല്ല, അത്യാവശ്യം നല്ല സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. And we are back guys after a very long and huge vacation. വെക്കേഷൻ Vacation ആയിരുന്നില്ല, കുറേ നാളായില്ലേ. Approximate എത്രയുണ്ടാവും? 1.5 to 2 weeks അങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കുറച്ച് എനിക്ക് കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ഡേറ്റ് ആയിട്ട് ഇടാണ്ടിരുന്നത്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ആൻഡ് ഇത് കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടാത്തതിൻ്റെ വേറൊരു കാര്യം വന്നിട്ട് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു 2 weeks നമ്മുടെ അമ്മയുടെ വീട്ടിലായിരുന്നു അവിടെ വളരെ ഷോക്കാണ്. നെക്സ്റ്റും അതുപോലെ തന്നെ റേഞ്ചും ഭയങ്കര. ഞങ്ങളുടെ കുറെ പ്രീ വീഡിയോസ് ഉണ്ടായിരുന്നു, ലൈക്ക് ഇടാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയപ്പോൾ എടുത്ത് വെച്ചിരുന്നു വീഡിയോസ് കുറെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇടാൻ പറ്റില്ല ബിക്കോസ് ഓഫ് നെറ്റ് ഇഷ്യൂസ്. അപ്പോൾ അതായിരുന്നു അവിടുത്തെ ഒരു സീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ഡേറ്റ് ആയിട്ട് വരാത്തത് ഒരു റീസൺ. പിന്നെ കുറച്ച് വർക്ക്സ് ഉണ്ടാവും ഞങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. നമ്മൾ കപ്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ അളന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി ചിക്കൻ്റെ മാരിനേഷൻ തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് 2 to 3 സ്പൂൺ കേർഡ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് എടുക്കുന്നത് ആവശ്യത്തിന് മുളക് കൂടിയിട്ട് എരിവ് എത്ര വേണമെങ്കിലും ചേർക്കാം. പക്ഷെ നമ്മൾ 1 ടേബിൾ സ്പൂണിന്റെ പകുതി 3/4 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. ഈ ബിരിയാണിക്ക് പച്ച മസാലയാണ് ടേസ്റ്റ് ഉണ്ടാവുക. പച്ചമുളക് മല്ലി മല്ലിയുടെ ഗുണം മല്ലി നമ്മൾ വറുത്ത് പൊടിച്ച ഗരം മസാല അത്ര മതിയോ? ഇത് തികച്ചും ഓർഗാനിക് ആണ് കേട്ടോ. ഒക്കെ നമ്മളിവിടെ പൊടിച്ച് ചേർക്കുന്നതാണ്. മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഗരം മസാല. പച്ചമുളകാണ്, പച്ചമുളക് അരക്കാണ്. കുരു വീഴാൻ പാടില്ല കേട്ടോ. കുരു വീഴ്ന്നു കഴിഞ്ഞാൽ we should take it out. Okay, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യണം. ഇത് എത്ര ഉണ്ടാവും ഏകദേശം? കണക്ക് ഇത് 2-2.5 കിലോ. നിങ്ങളുടെ അളവിനനുസരിച്ച് 2-2.5 കിലോ ചിക്കൻ ഉണ്ട്. നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാം. ചിക്കനിലെ പീസൊക്കെ കുറച്ച് വലിയ പീസുകളാണ് കേട്ടോ. നേരത്തെ നമ്മൾ അരച്ച മറ്റേ പച്ചമുളകാണ്. അത് കുറച്ച് നമ്മള് ചില്ലി ഇത് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതിൽ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ബാക്കി നമുക്ക് മസാലയിൽ ചേർക്കാം. കുറച്ച് ക്രഷ്ഡ് പെപ്പറാണ്, ബ്ലാക്ക് പെപ്പർ. ഇതും എരിവിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇത് വീണ്ടും നമ്മുടെ പരിപാടി കുഴക്കലോട് കുഴക്കാം.
ഇതിപ്പോ നമ്മള് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് 1 ഹവറിന് മിനിമം 1 ഹവർ എത്ര സമയം നമുക്ക് ഇത് മസാല പിടിക്കാൻ വെക്കാം അത്രയ്ക്കും നല്ലതാണ്. അപ്പൊ നമ്മളിത് ഒരു 1 പാക്കറ്റാണ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും നമുക്ക് അരിയുടെ കാര്യങ്ങൾ ഒരു ഇതാക്കാം. ബാക്കി സവാള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. 1 ഹവർ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ചെമ്പൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക്, ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, പിന്നെ ഒരു നക്ഷത്രം പോലെ കിടക്കുന്ന സംഭവമില്ലേ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ആ സംഭവം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറുകപ്പട്ടയുടെ ഇല ഇട്ട് കൊടുക്കാം. ഷെഫ് വിഷ്ണുവിനോടൊപ്പം ക്യാമറകൾ ദേവിക. ഭദ്ര എവിടെ പോയി? ഭദ്ര ഭക്ഷണം കഴിക്കുമ്പോഴേക്കും മാത്രമേ വരുള്ളൂ എന്നാണ് ആക്ഷേപപ്പെട്ടത്. കപ്പലില്ലല്ലോ. ഇതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഇത്ര വേണ്ട, നേരത്തെ ഉണ്ടായിരുന്നില്ല. എരിവ് കുറവല്ലേ വേണ്ട നമുക്ക്? വേണ്ട. ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, മല്ലിപ്പൊടി. ചിക്കനിലെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിതില് ഉള്ളി തക്കാളി വാട്ടിയതിനു ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന്, പിന്നെ കുറച്ച് അരി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി, അത്രയും മസാലത്തുള്ളൂ കേട്ടോ. ഗരം മസാല, ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സജീരകം, അപ്പോ നമ്മളൊരു 5 മിനിറ്റ് ഇത് മൂടി വെക്കാട്ടോ, തിളയ്ക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ 5 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് 5 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് ചിക്കൻ എന്തായി നോക്കാം. ആകെ മൊത്തം പോകുകയാണ്. ശ്രദ്ധിക്കണം, കാരണം അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവല്ല, ഉടയും മാംസം ചെയ്യുന്നത് അപ്പൊ കുത്തി ഇളക്കരുത്. പതുക്കെ എടുത്തിട്ട് പതുക്കെ ഇളക്കി ഇട്ടുകൊടുക്കണം.
അത് ഞാൻ ബാംഗ്ലൂര് താജിൽ വർക്ക് ചെയ്യുമ്പോൾ വെറുതെ കേട്ടോ. ബാംഗ്ലൂര് താജിൽ വർക്ക് ചെയ്യുമ്പോൾ ഷെഫ് മക്കാസു ഹലാക്കി പറഞ്ഞതാണ് എന്നിട്ട് അങ്ങനെ ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് കുറെ ചിക്കൻ ഐറ്റംസുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അത് പറഞ്ഞതിന്റെ ആവശ്യം ഞങ്ങൾക്ക് അറിയാമല്ലോ. ചിക്കൻ്റെ വേവ് നോക്കിക്കൊണ്ടിരിക്കാനാണ്. അപ്പൊ വീണ്ടും നമ്മുടെ താജിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഏതിന് ആളുടെ പേര് അയാള് പറഞ്ഞ പോലെ മാമൻ ഇളക്കി കൊടുക്കാണ് എന്ത് ചിക്കൻ പൊട്ടാറ്റോ, ഐ മീൻ എല്ല് പൊത്തിക്കാനാണ്. കുറച്ച് മല്ലിയില മല്ലിയില പുതിനയില കോമൺ പറയാം. ആ സാധനത്തിൽ കൊടുക്കാം രണ്ടും. കുറച്ച് പുതിനയില എന്നിട്ട് നമ്മൾ കുറച്ച് ബാക്കി വെക്കുന്നുണ്ട്, കാരണം നമ്മുടെ ഫിനിഷിംഗ് സംഭവം അതിൽ വെക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത സാധനമാണ് ഗരം മസാല. മസാല കുറച്ച് കുറവായിരുന്നു, അപ്പൊ നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ടു. ഏകദേശം ആയിട്ടുണ്ട്. അപ്പോ ചിക്കൻ ആയി വന്നിട്ടുണ്ട്. അപ്പോ നമുക്കിനി അരി ഇടാം. അപ്പൊ അരി ഇതുകൊണ്ടൊരു പാത്രം അരിയാണ് എടുത്തത്. അപ്പൊ 2 പാത്രം വെള്ളം ഒഴിക്കണം, ചുടുവെള്ളം ഒഴിക്കണേ. ഇത് ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം ഒഴിക്കണം. 2 പാത്രം വെള്ളത്തിലത്തെ 2ാമത്തെ പാത്രം വെള്ളം ഒഴിച്ചു. 2 പാത്രം ഇതുകൊണ്ട് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. കളക്കട്ടെ. സവാള ഗോൾഡൻ ഫ്രൈ ആക്കിയതാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. അത് ഈ വെള്ളം തിളക്കുമ്പോ തന്നെ നമ്മൾ അരിയിടാനുള്ള വെള്ളം അളവ് വെച്ചിട്ടുണ്ടെന്നല്ല, അത് തിളക്കുന്നതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി ഇടാവുന്നതാണ്. അപ്പൊ നേരത്തെ നമ്മള് അരി വേവിക്കാൻ വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അത് നമുക്കിനി അവിടെ അരി ഇടാം. ദം തന്നെയാണ്, ദം ബിരിയാണിയാണ്. പക്ഷെ നമ്മൾ റൈസും ചിക്കനും ഒരുമിച്ചിട്ടാണ് ഉണ്ടാക്കുക. വീണ്ടും നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി തുറന്നു നോക്കാം. 3.5 മിനിറ്റ് ആയിട്ടോ. 3.5 മിനിറ്റ് ആയിട്ട് നമ്മൾ അടച്ചിട്ട് 3.5 മിനിറ്റ് ആയിട്ട് നമ്മൾ തുറന്നു നോക്കാം. കാര്യമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. ഇനി ദമ്മിടാനായിട്ട് നമുക്ക് തീ വേണ്ട, കനല് മാത്രം. ദമ്മിട്ടിട്ടുണ്ട്. അപ്പൊ അടിയിൽ തീരെ ഇല്ല, ഒക്കെ എടുത്തു നമ്മള്. അപ്പൊ നമ്മളിനി ദമ്മിന് കുറച്ചുകൂടി വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കലം എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് നന്നായിട്ട് അടിയിന്നും മോളിന്നും ഒരു 1/2 മണിക്കൂർ ഇതിൽ കിടന്ന് വെക്കണം. അതാണ് എൻ്റെ ഒരു കണക്ക്. 1/2 മണിക്കൂർ ഇതിൽ കിടന്ന് ആവും.
എക്സ്ട്രാ വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ദമ്മ് പൊട്ടിക്കാം കേട്ടോ. ദമ്മ് വളരെ തന്ത്രപരമായിട്ട് പൊട്ടിക്കണം. ഇത് എടുക്കണല്ലോ പോയി. അപ്പൊ ദേ ഇതിന്റെ മേലത്തെ കനലൊക്കെ മാറ്റി ഇങ്ങനെ ക്ലീൻ ആയിട്ടുണ്ട്. സോ ഷെഫെ പൊട്ടിക്കല്ലേ? ആയിക്കോട്ടെ. അരി നമുക്ക് അറിയാത്ത ഒരു അരി കേട്ടോ. ഇന്ത്യ ഗേറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ്. കപ്സ റെഡി. സോ നമ്മൾ സാധനങ്ങളൊക്കെ പറക്കിയിട്ടാണ്. എന്തൊരു ഡെഡിക്കേഷനുള്ള ഷെഫാണ് നിങ്ങൾ നോക്കണേ. കണ്ടോ, വാട്ട് എ ഡെഡിക്കേഷൻ. എല്ലാരും കൂടിയിട്ടാണ് ഇവിടുത്തെ ഒരു ബിരിയാണി റെഡിയാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ചു, കപ്സ റെഡിയായി. അതിന്റെ സഹിക്കാൻ പറ്റാത്ത സ്മെല്ല് വന്നപ്പോ തന്നെ ഞങ്ങളുടെ കൺട്രോള് പോയി. അപ്പോ ഞങ്ങൾ ഒരു നല്ല പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് എടുക്കേണ്ട ഫോട്ടോസിന്റെ കാര്യങ്ങളൊക്കെ മറന്നു. സോ സോറി ട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് സപ്പോർട്ടും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടെ ഞങ്ങൾ അറിയിക്കാം. നിങ്ങൾക്ക് പിന്നെ പുതിയ വല്ല ഐഡിയാസ് ഞങ്ങൾ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ നിങ്ങളുടേതായ ഐഡിയാസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോ അങ്ങനെയാണ്. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.